ഹായ് കൂട്ടുകാരെ, മഴത്തോരു മുമ്പേടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം അമ്മയെ അലീന കണ്ണു നിറയെ കാണാണ്. പക്ഷേ അമ്മയുടെ വാക്കുകൾ കേട്ടതും അവളുടെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. മുത്തശ്ശി നല്ല മോളാണെന്ന് അലീനയെക്കുറിച്ച് വൈജയന്തിയോട് പറയുന്ന സമയത്ത്, അങ്ങനെ നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണാണെങ്കിൽ ഏതെങ്കിലും അച്ഛനും അമ്മയും ഓർഫനേജിൽ കൊണ്ടുവന്ന് തള്ളുവോ? ഇല്ലല്ലോ. ആർക്കോ പിഴച്ചുണ്ടായതാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയതെന്ന് വൈജയന്തി പറയുമ്പോൾ സങ്കടപ്പെട്ട് അലീന കരയുന്നുണ്ട്. ഞാൻ അനാഥയായത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ പിഴച്ചതുകൊണ്ടാണോ എന്നെ അനാഥാലയത്തിലാക്കിയത്? അല്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് സങ്കടപ്പെട്ട് കരയുമ്പോൾ, മോളെ അതൊന്നും കാര്യമാക്കേണ്ട. അവൾ ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതാ. വന്ന പാടെ കമൽ എന്തെങ്കിലും ചൂട് പിടിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശിവേട്ടൻ പോയതോടുകൂടെ മുത്തശ്ശിയെയും അലീനയും ആ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. വൈജയന്തി അലീനയോട് വളരെ ദേഷ്യത്തിൽ തന്നെ സംസാരിക്കാണ്. മോളെ അതൊന്നും കാര്യമാക്കേണ്ട. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. എപ്പോഴും ഭയങ്കര ദുർവാശിയും വാശി തന്നെയാണ്. ബാലേന്ദ്രൻ തന്നെ അവളുടെ മുമ്പിൽ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തിട്ടാ. അവൻ നല്ലവനാ. അവനായതുകൊണ്ടാ അവൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. അവളുടെ എല്ലാ പിടിവാശിക്കും അവൻ കൂടെ നിൽക്കും എന്നൊക്കെ മുത്തശ്ശി അവളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വീട്ടിലെത്തിയ അലീനക്ക് വലിയ സന്തോഷാവാണ്. തൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം കാണുമ്പോൾ അവൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളെയൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കൃഷ്ണമോൾ എപ്പോഴും അലീനയുടെ അടുത്ത് നല്ല കൂട്ടാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ പലപ്പോഴും അലീനടുത്ത് സംസാരിക്കാൻ ആ വീടും എല്ലാവരുടെയും കാര്യം ഓടി നടന്ന് അലീന ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലോ അവളോട് വലിയ സ്നേഹം തോന്നാണ്. ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് വൈജയന്തി ചോദിക്കും, അല്ല ബാലേന്ദ്ര, എന്താ ഒരു ഇളക്കം? പുതിയ സെർവൻറ്റ് പെണ്ണെ കണ്ടിട്ടാണോ? എൻ്റെ വൈജയന്തി, അത് നമ്മുടെ മകളെ പ്രായമല്ലേ ഉള്ളൂ. അവളെ കണ്ടിട്ട് എനിക്കെന്തിനാ ഇളക്കം? അല്ല, എന്തോ ഒരിത്. സെർവൻറ്റ് എന്തായാലും മകളാവില്ലല്ലോ എന്ന് പറഞ്ഞ് വൈജയന്തി വളരെ സംശയത്തോടെ ബാലേന്ദ്രനെ നോക്കുന്നുണ്ട്. എൻ്റെ വൈജയെ, നീ ഇങ്ങനെ എല്ലാവരെയും സംശയിക്കാൻ നിന്നാൽ അതിനെ നിനക്ക് സമയം കാണുള്ളൂ എന്ന് പറയാനും. എന്നാലും അലീനയ്ക്ക് ഒരു പരാതിയും പരിഭവവും ഒന്നും ഉണ്ടായില്ല. തൻ്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? തൻ്റെ അമ്മയ്ക്കിപ്പോൾ നല്ലൊരു കുടുംബമുണ്ട്. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കുടുംബം തകർന്നു പോയേക്കാം. എന്നാലും എന്നെ ഉപേക്ഷിക്കാനുണ്ടായ എന്ത് കാരണമുള്ളത്? ഇനി എന്നെ പ്രസവിച്ചതുപോലും അമ്മക്കറിയില്ലേ ഞാൻ പ്രസവത്തോടെ മരിച്ചു പോയെന്നാണോ? അമ്മയുടെ കരുതൽ എന്നൊക്കെ ഓർത്ത് അലീനയ്ക്ക് വലിയ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ അച്ഛൻ ആരാവും എന്നൊരു മനസ്സിലേക്ക് അവളുടെ കടന്നു വരാണ്. തൻ്റെ അമ്മയെ കണ്ടു, തൻ്റെ അമ്മയുടെ കൂടപ്പിറപ്പുകളെയും കുടുംബക്കാരെയും ഞാൻ കണ്ടു, ഞാൻ മനസ്സിലാക്കി. പക്ഷേ തൻ്റെ അച്ഛൻ ആരാണെന്ന് തനിക്ക് ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓഫീസിലേക്കും അവരുടെ ജോലിക്കും പോയ സമയത്ത് ആ വീടെല്ലാം തൂത്തു തുടക്കായിരിക്കും അലീന. ആ ഒരു സമയത്താണ് അവിടെ ഒരു പഴയ റൂമിൽ, സ്റ്റോർ റൂമിലായിട്ട് കുറച്ച് ബുക്സുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അത് തുറന്ന് മാറലെല്ലാം തട്ടി അതിലെല്ലാം നോക്കുന്ന സമയത്താണ് ആദ്യം അവൾക്ക് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ഒരു വൈജയന്തിയുടെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ ആയിരിക്കും. അവൾ ആ ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ അമ്മയും അച്ഛനും രണ്ട് പെൺമക്കളും പിന്നെ ഒരു ആൺകുട്ടിയൊക്കെയുള്ള ആ ഒരു ഫോട്ടോയിൽ അവൾ ഇങ്ങനെ ഓർക്കുകയാണ്, ഇതിൽ താനില്ലല്ലോ എന്ന്. അങ്ങനെ അവിടെ ആ ഒരു ചിത്രത്തിൻ്റെ നടുവിൽ അവളും നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നാട്ടോ. അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് അവൾ ആളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയെ കാണിക്കുമ്പോൾ, അതെ, ഇത് കുറേ മുമ്പ് എടുത്ത ഫോട്ടോ, ചില്ലെന്തോ പൊട്ടിയിട്ട് അവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടതാണെന്ന് പറയുന്നുണ്ട്. മോളിത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്ക്. അവൾ വരുമ്പോൾ കാണുമ്പോൾ അവൾ ഇത് കാണുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ അതും ശരിയെന്ന് പറഞ്ഞ് അവൾ ആ റൂമിലേക്ക് തന്നെ അത് കൊണ്ടുപോയി കിടക്കുന്ന സമയത്താണ് അവിടെ ഒരു ബോക്സിൽ കുറേ പുസ്തകങ്ങളും ഡയറികളും കിടക്കുന്നത് അലീന കാണുന്നത്. അങ്ങനെ അവൾ ആ ഡയറി വായിച്ചു നോക്കുന്ന സമയത്ത് വൈജയന്തിയുടെ കോളേജ് കാലത്തെ ഡയറിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പൊടി പിടിച്ച് കിടക്കുമ്പോൾ അവൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് അതിൽ ഓരോ താളുകളും മറിച്ച് നോക്കാണ്. മുത്തശ്ശിയുടെ അടുത്ത് വന്നാണ് അവൾ ഓത് വായിക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശി നല്ല ഉറക്കമായിരിക്കും. അവൾ ഓരോ വാക്കുകളും വായിക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടാവും. ആ ഒരു സമയത്ത് വൈജയന്തി തൻ്റെ പ്രണയകഥ അതിൽ കുറിച്ചിടുന്നുണ്ട്. താനും സ്റ്റീലിയും തമ്മിൽ വളരെ പ്രണയത്തിലായിരുന്നു. 4-5 വർഷത്തെ പ്രണയം. ഒരിക്കലും വീട്ടുകാർ സമ്മതിക്കില്ല. അവനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടും തൻ്റെ കുടുംബക്കാർ ഹിന്ദു ആയതുകൊണ്ടും ഞങ്ങളുടെ മതത്തെക്കുറിച്ചായിരുന്നു അവരുടെ സംസാരം. മാളികേക്കൽ വീട്ടിൽ അതൊരു വലിയ അഭിമാന പ്രശ്നം തന്നെയാണ്. അങ്ങനെ വൈജയന്തിയും അവനും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്തു. ആരും അറിയാതെ ഒരു സ്ഥലത്ത് താമസവും തുടങ്ങി. അങ്ങനെ വൈജയന്തിക്ക് ഒരു 8 മാസം ഉള്ളപ്പോഴാണ് വീട്ടുകാർ അവളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൻ്റെ വീട്ടുകാരും അവനെയും കൊണ്ടുപോകായിരുന്നു. അന്ന് രണ്ടുപേരും വേർപിരിഞ്ഞതാണെന്ന് ആ ഒരു ഡയറി കുറിപ്പിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്.
പിന്നെന്താണ് സംഭവിച്ചതെന്ന് അലീനയ്ക്ക് മനസ്സിലായില്ല. പിന്നെ തനിക്ക് എന്താണ് പറ്റിയത്? വീട്ടുകാർ അമ്മ അറിയാതെ തന്നെ ഉപേക്ഷിച്ചായിരിക്കും. അത് തന്നെയാ വഴി. ഞാൻ മരിച്ചുപോയെന്നായിരിക്കും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്തൊക്കെയോ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ അഭിമാന പ്രശ്നം തന്നെയാ ഇതിന് കാരണം. തൻ്റെ അച്ഛൻ ആരാണെന്നോ അവരുടെ വീട് എവിടെയാണെന്നോ ഒന്നും വ്യക്തമല്ല. എന്നാലും തൻ്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം അലീനയ്ക്ക് വരെയാണ്. ഒരിക്കൽ തൻ്റെ അച്ഛൻ തന്നെ തേടി വരുമെന്ന് തോന്നുന്നുണ്ട്. ആ ഡയറിയും നെഞ്ചോട് അടുക്കി പിടിച്ച് അലീന പൊട്ടിക്കരയുന്നുണ്ട്. തന്നെക്കോ തൻ്റെ അമ്മയ്ക്കോ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ വിഷമം. അവൾ കണ്ണീര് തുടച്ച് ചിന്തിക്കാനേ ഇല്ല. ഞാൻ ആരാണെന്ന് എൻ്റെ വാക്കുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല. തൻ്റെ അമ്മയ്ക്കിപ്പോൾ നല്ല കുടുംബമുണ്ട്, അനിയത്തിമാരുണ്ട്, അനിയനുണ്ട്. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞാൻ ആരാണെന്ന് ഒരു പക്ഷേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അനിയത്തിമാർക്കും തൻ്റെ അനിയനും അത് വലിയ നാണക്കേടാവും. അതുകൊണ്ട് ഇല്ല, ഒരിക്കലും ഞാൻ ആരാണെന്ന കാര്യം പുറത്ത് പറയില്ല എന്ന് തന്നെ നിശ്ചയിക്കുന്നുണ്ട്. അങ്ങനെ അലീന ആ ഡയറി അവളുടെ ബാഗിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിൽ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഉണ്ട്. ഒരിക്കലും തനിക്ക് എൻ്റെ അച്ഛനെ തേടി പോവാനാവില്ല, എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഒന്നും തന്നെ ആ ഡയറിയിൽ ഇല്ലായിരുന്നു. വെറും എഴുത്ത് മാത്രം. വൈജയന്തിയുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വൈജയന്തി എഴുതിയ ഒരു ഡയറി മാത്രമായിരുന്നു അത്. എന്നാൽ കൂടുതൽ വിവരങ്ങളോ ഇല്ല. വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയും വൈജയന്തിയെ പിടിച്ചു കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് വരെയുള്ള ഒരു കാര്യം മാത്രമേ അവരുടെ ഡയറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അലീന കണ്ണു തുടച്ച് വീണ്ടും മുത്തശ്ശിക്കരികിലേക്ക് വരുമ്പോൾ മോളെന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല, പ്രജിത മമ്മിയെ ഓർത്തുപോയെന്ന് കള്ളം പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വരുമ്പോൾ സമയത്ത് വീടെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. വന്നപാടെ അലീനൊരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്കറിയാം ചായ എടുത്ത് കൊടുക്കാം, നീ എന്നെ വല്ലാതെ സൽക്കരിക്കൊന്നും വേണ്ട, ദേഷ്യത്ത് പറയാണ്. എന്താ വൈജയ് നീ ഇങ്ങനെ ആ കുട്ടിയോട് ഇപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത്? നിനക്കെന്താ അതിനോടൊന്ന് ചോദിക്കാണ്? ഇല്ല പിന്നെ ഇവൾ ഈ വീട്ടിൽ എല്ലാവരും ഭരിക്കാമെന്ന് കരുതി ഇപ്പോൾ ബാലേന്ദ്രന് പോലും എന്നോട് വലിയ സംസാരിക്കുന്നില്ല. അത് നിന്റെ കുഴപ്പ. നീ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ടാ. ഈ കുട്ടിയുടെ ഭാഗത്ത് യാതൊരു തെറ്റില്ല. സ്വന്തം അനിയത്തിമാരെ പോലെയല്ലേ അവരേക്ക് കാണുന്നത്. ഇതിനല്ലേ ശങ്കറും വന്ന് രോഹിത്തിനെ പിരികേറ്റുന്നുണ്ട്. ആ വീട്ടിലാണല്ലോ ഇപ്പോൾ അലീന. എടാ, ആരുമില്ലാത്ത ദിവസം അവളെ നമുക്ക് പൊക്കണം. അവളോടുള്ള പ്രതികാരം എനിക്ക് ഒരിക്കലും തീരില്ല. അവളെന്നെ മുഖത്തടിച്ച പോലെ പറഞ്ഞെന്താണെന്ന് അറിയോ നിനക്ക്? അവളെ പോലെ ഒരു പെണ്ണല്ലെന്ന്. അവളെ പോലെ എത്ര പെണ്ണിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ രോഹിത്തിനെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും അലീനക്കരികിൽ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ വരുമ്പോൾ രോഹിത്ത് തൻ്റെ അനിയനാണ്, ഓരോ വയറ്റിൽ പിറന്നതവരാണെന്ന് നല്ല ബോധമുള്ളതുകൊണ്ട് തന്നെ അലീന രോഹിത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കാൻ പോലും നിൽക്കുന്നില്ലട്ടാ. രോഹിത്ത്, നീ എന്താ ഇങ്ങനെ? ആ ഹരിശങ്കറിൻ്റെ കൂടി നീ ഇങ്ങനെ നശിച്ചു പോകരുത്. അവനൊരു ഫ്രോഡാണ്. വന്നപ്പോൾ നിനക്ക് മനസ്സിലായതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുവാട്ടൻ എത്ര നല്ലവനാ, എത്ര ക്ലീനാണ്, എത്ര സ്നേഹത്തോടെ ഓരോരുത്തരോടും സംസാരിക്കുന്നത്, എത്ര ബഹുമാനത്തോടെയാണ്. അതുപോലെ ആവാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ രോഹിത്തെ, അത് നല്ല രീതിയിൽ നല്ല അന്തസ്സോടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അലീന അവനെ ഉപദേശിക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ തന്നെ രോഹിത്ത് പാടെ മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലഹരിയും മദ്യമൊക്കെ ആയിട്ട് രോഹിത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അലീനയുടെ ഒരു നോട്ടം കിട്ടുമ്പോൾ ആ വീട്ടിലുള്ള ഓരോരുത്തരും മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അലീന ആരാണെന്ന കാര്യത്തിൽ വലിയ സംശയമായി തുടങ്ങാണ്. ആ ഒരു സമയത്താണ് രേവതി കുട്ടിയുടെ ഒരു കത്ത് ഇടയ്ക്കൊക്കെ അലീനക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീനക്ക് വന്ന ഒരു കത്ത് ബാലേന്ദ്രന് പൊട്ടിച്ച് വായിക്കേണ്ടി ഒരു അവസ്ഥ വരാണ്. അതോടുകൂടെ ബാലേന്ദ്രൻ സത്യങ്ങൾ അറിയാൻ കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞതും ഈ വൈജയന്തിയുടെ മകളാണെന്ന് പറഞ്ഞാൽ അവളോട് കൂടുതൽ സ്നേഹവും കരുണയും കാണിക്കുന്നുണ്ട്. അന്ന് അറ്റാക്കൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് വൈജയന്തിക്ക് ഇങ്ങനൊരു മുൻകാലം ഉണ്ടെന്ന കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അധികം വൈകാതെയാണ് കേട്ടോ പിന്നെ ബാലേന്ദ്രൻ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റൊക്കെ ആവുമ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.